കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ വിഭവം പുളി ഇഞ്ചിയാണ്. സദ്യയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് പുളി ഇഞ്ചി. അതിന് വേണ്ടിയ സാധനങ്ങൾ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് ചെറു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം. പിന്നെ വേണ്ടിയത് പുളി. ഇതൊരു നാരങ്ങ വലുപ്പത്തിലെ പുളി 2 ഗ്ലാസ് വെള്ളത്തിൽ, ഈ ഒരു കപ്പിന് 2 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ അരമണിക്കൂറായിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ വേണ്ടിയത് ശർക്കരയാണ്. ഇതും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഉരുക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇത് ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് പൊടിച്ചാണ് ഇടുന്നത്. 6 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് കടുക് താളിക്കാൻ കറിവേപ്പിലയും വറ്റൽമുളകും വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി ചെറു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. ഇഞ്ചി ഞാൻ ചെറു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കധികം പുളി ഇഞ്ചി തയ്യാറാക്കാം. അതിനായിട്ട് ഇഞ്ചിയും പച്ചമുളകും വറക്കണം. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണയിൽ, ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇല്ല കുറേ കഴിയുമ്പോഴത്തേക്ക് എണ്ണ നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ ചൂടാകണമെന്നൊന്നുമില്ല. ഇതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുവാണ്. തീ ഒരു മീഡിയം തീയിൽ വെക്കുക. ഇതാണ് ഈ പുളി ഇഞ്ചിയിലെ ഏറ്റവും ഇച്ചിരി സമയം എടുക്കുന്നത് പരിപാടി, ഇഞ്ചി വറക്കുന്നത്. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. തീ വളരെ ലോ ഫ്ലെയിമിൽ ഇടുക. ഈ പച്ചമുളക് കൂടി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിന് എരിവൊക്കെ അത്രയ്ക്ക് ഉണ്ടാകത്തില്ല. ഇതൊരു ബ്രൗൺ കളർ ആകണം ഇഞ്ചി. കട്ടിയുള്ള പാത്രത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ വീടുകളിൽ അതെല്ലാം ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി വളരെ നല്ല ടേസ്റ്റ്. ഇപ്പം നമ്മൾ ഇത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ചുകൂടി വളരെ നല്ല ടേസ്റ്റാണ്. കേടുകൂടാതെ കുറച്ച് ദിവസം ഇരിക്കും. പുളിയിഞ്ചിയൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന എമൗണ്ട് വളരെ ഇഞ്ചി ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞു വരും. നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഒത്തിരി എണ്ണ ഫ്രൈ ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് ഫ്രൈ കിട്ടാൻ നല്ലതാണ്. പക്ഷെ ഇച്ചിരി താമസിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് എണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ പുളിവെള്ളം എല്ലാം ഒഴിക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും, അത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണയിൽ ഒഴിച്ചിട്ട് നോക്കിയിട്ട് നോക്കിയതനുസരിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഓരോ സ്ഥലത്തും പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ഇഞ്ചി ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇട്ടതിൻ്റെ പകുതിയേ ഉള്ളൂ ഇഞ്ചി. ഇപ്പം ഇഞ്ചി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പുളി വിരിഞ്ഞ വെള്ളം ഒഴിക്കുകയാണ്. നമുക്ക് തീ ഒരു ഹൈ ഫ്ലെയിമിൽ ഇടാം. ഇതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കായം ഇടണം, ശർക്കര ഇടണം. കായം ഞാൻ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. കായപ്പൊടി വേണം ചേർക്കാം. ഇപ്പോൾ പൊടികൾ ഇടുന്ന സമയത്ത് കായപ്പൊടി ഇട്ടാലും മതി. ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കായം ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര പാനിയാക്കിയിട്ടും ശർക്കര ഉരുകി നിങ്ങൾക്ക് വേണമെങ്കിലും ചേർക്കാം. ഇപ്പം ഞാൻ ശർക്കര തന്നെയായിട്ടാണ് ഇടുന്നത്. ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കാരണം ഞാൻ പച്ചമുളക് ഒരു 7-8 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തിളച്ച് ഇതൊന്ന് കുറുകണം. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും
പൊടികൾ ചേർക്കണം. ഇപ്പോൾ കായപ്പൊടി ചേർക്കണമെങ്കിൽ ഞാൻ പൊടികളിട്ട സമയത്ത് നിങ്ങൾ ചേർക്കണം. അതേപോലെ തന്നെ മുളക് പൊടി ആണെങ്കിലും അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കും. ഇപ്പം ഞാൻ 8 പച്ചമുളക് ഇട്ടുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടത്. അപ്പം പിന്നെ ഈ സമയത്ത് ഇതൊക്കെ ചേർക്കാവുള്ളൂ. ഇത് കുറുകി വരുന്ന സമയത്ത് ഇതൊന്നും ചേർക്കാൻ പാടില്ല. പുളിയിഞ്ചി കുറുകാൻ കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കുറുകണം. അല്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് പുളിയിഞ്ചി. ആ ഒരു വറുക്കാനുള്ള സമയം മാത്രം മതി. ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള മൂക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഇപ്പം പുളിയിഞ്ചി കുറുകിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് നമുക്ക് കടുക് താളിക്കാം. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് ഇതിലോട്ട് ഓണസദ്യ വിഭവം പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഓണക്കാലത്ത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഓണസദ്യ വിഭവമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.